ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി വഴറ്റാൻ വെച്ച വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉള്ളി വഴറ്റിയെടുക്കാൻ കുറച്ചധികം സമയം എടുത്തു. അപ്പം നന്നായിട്ട് ഉള്ളി വഴന്ന് കഴിയുമ്പോൾ ഉള്ളിയിലെ വെള്ളം മുഴുവൻ വറ്റി നന്നായിട്ട് ഉള്ളി ഉണങ്ങി വരും. അപ്പം നമ്മൾ ഒഴിക്കുന്ന എണ്ണ അത്ര നമുക്ക് തെളിഞ്ഞ് കിട്ടും. ചട്ടിയിലേക്ക് ഊറി വരും ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും. ആ സമയം കൊണ്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരണ്ടി, ഞാനിപ്പോൾ ഒരു മുറിയോളം തേങ്ങ എടുത്തു. തേങ്ങ ചിരണ്ടി നന്നായിട്ട് അടി കട്ടിയുള്ള ഒരു ചട്ടിയിൽ വറുത്തെടുക്കണം, അല്ലെങ്കിൽ തേങ്ങ വറുക്കുമ്പോൾ കരിഞ്ഞു പോകും. ഏകദേശം തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്തു. 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി അത് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഈ തേങ്ങയും മുളക് മൂപ്പിച്ചതും മല്ലിപ്പൊടി മൂപ്പിച്ചതും കൂടെ ചേർത്തിട്ട് അത് ഒരുമിച്ചിട്ടാണ് മൂപ്പിക്കുന്നത്. അതിൽ 1-2 ഇതൾ കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് മിക്സിയിൽ നല്ല കുഴമ്പ് പാകത്തിന് നന്നായിട്ട് അരച്ചെടുക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇളക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇളക്കിയെന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഓഫാക്കിയാണ്. ഉള്ളിക്കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അരച്ചെടുക്കുന്ന അരപ്പ് നമ്മൾ ഈ നന്നായിട്ട് വഴറ്റി ഉണങ്ങിയിരിക്കുന്ന ഉള്ളിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ആവശ്യത്തിന് അധികം ചാറ് വേണ്ടല്ലോ, ഉള്ളി തീയലാണല്ലോ, കുഴമ്പായിട്ടിരുന്നാൽ പോരെ. അപ്പോൾ നമ്മൾ പാത്രം കഴുകി സ്വല്പം വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഞാൻ ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പുപൊടി ഇട്ടാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പുപൊടിയും കൂടെ ചേർത്താണ് ഉള്ളി വഴറ്റിയെടുത്തത്. അപ്പോൾ ഇങ്ങനെ അരച്ച് ചേർത്ത ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒപ്പം തന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഫ്ലേവറിന്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കരിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നതുകൊണ്ട്, ഉള്ളി വഴറ്റിയെടുക്കുന്നതുകൊണ്ട് വീണ്ടും നമ്മൾ കടുക് താളിച്ചത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനി തണുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ ആനുപാതികമായിട്ട് നമ്മളൊരു വാളംപുളി ചെറുതായിട്ട് എടുക്കണം. അത് വെള്ളത്തിൽ കുതിരാനിട്ടിരിക്കണം. അപ്പോൾ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പ് ചേർക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ആ പുളിവെള്ളവും കൂടെ പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ഒഴിക്കണം. അധികം വെള്ളം ആക്കരുത്, ചാറാക്കരുത്. അങ്ങനെ അരപ്പെല്ലാം കൂടെ ചേർത്ത് പതുക്കി ഒന്ന് തിളച്ച് വന്നാൽ മതി. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഇച്ചിരി അധികം തിളച്ച് പോയി. അപ്പം കുറച്ചൊന്ന് നന്നായിട്ട് ഈ അരപ്പൊന്ന് സെറ്റായി വരാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് നമുക്ക് ഇളക്കി വാങ്ങി മൂടി വയ്ക്കാം. ശരിക്കും ഉള്ളിക്കറി തണുത്ത് കഴിയുമ്പോഴാണ് ടേസ്റ്റ്. ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ വെച്ച് ഇപ്പം നമ്മളിപ്പോൾ